ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ശക്തമായ നിലപാടെടുക്കണമെന്ന് വാദിച്ച നടൻ ജഗദീഷ് തന്നെയാണ് അമ്മ സംഘടനയുടെ പ്രതികരണം വൈകിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തൽ. ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സംവിധായകൻ ജോസ് തോമസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വാർത്താ സമ്മേളനം നടത്തേണ്ട എന്ന് ആദ്യം പറഞ്ഞത് ജഗദീഷാണ് എന്ന് ജോസ് തോമസ് പറഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലും വാർത്താ സമ്മേളനത്തിന് തയ്യാറായിരുന്നു. ഫെഫ്കയും അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്താനായിരുന്നു ആലോചിച്ചത്. എന്നാൽ ജഗദീഷിന്റെ എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം മാറ്റിയത് എന്നും ജോസ് തോമസ് പ്രൈം ഡിബേറ്റിൽ വെളിപ്പെടുത്തി. ജഗദീഷ് പിന്നീട് നിലപാട് മാറ്റിയെന്നും ജോസ് തോമസ് പറഞ്ഞു. അമ്മയിലെ ചിലരുടെ എതിർപ്പാണ് സംയുക്തമായ മാധ്യമങ്ങളെ കാണുന്നതിന് തടസ്സമായതെന്ന് ഫെഫ്ക ഇന്നലെ പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ചുള്ള ന്യൂസ് 18 ചർച്ചയ്ക്കിടെയാണ് ജോസ് തോമസ് നടന്റെ പേര് വെളിപ്പെടുത്തിയത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിച്ചു. നമുക്കൊരു വാർത്താ സമ്മേളനം നടത്താം, ഇത്രയേ ഉള്ളൂ. ആ റിപ്പോർട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. അന്ന് ഒരു നടൻ അതിലിടപെട്ടിട്ട് പറഞ്ഞു, പത്രസമ്മേളനം നടത്തരുത്, മാധ്യമങ്ങളെ കാണരുത്, നമ്മൾ എന്തിനിപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രധാന നടന്മാർ അതിനെ സമ്മതിച്ചു കൊടുത്തു. ഇതാണ് അന്ന് വാർത്താ സമ്മേളനം നടക്കാതെ പോയത്. പിന്നെ അങ്ങനെ ഇടപെട്ട ആൾ ആരാണ്? അമ്മയിലെ ഒരു പ്രധാനിയാണോ അത്? ജഗദീഷാണ് പറഞ്ഞത്. എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. ജഗദീഷാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. താങ്കൾ ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. ജഗദീഷ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അത് വേണ്ട എന്ന് വെച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? ഞാനല്ല, ഇത് ഉണ്ണികൃഷ്ണൻ ഞാനുമായി സംസാരിച്ചപ്പോൾ വന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ പുറത്തു പറയുന്നത്, ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ താമസിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കമ്മിറ്റി വിശദമായി ഈ കാര്യങ്ങൾ പഠിച്ചിട്ട്, കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ഞങ്ങളുടെ ജനറൽ കൗൺസിൽ കൂടി ഇത്തരം ചോദ്യങ്ങൾ മുഴുവൻ കൊടുത്ത് അവരിൽ നിന്ന് ഉത്തരം തേടി 3 ദിവസം എല്ലാ പ്രധാനപ്പെട്ട അംഗങ്ങളുമായി നിരന്തരമായി ചർച്ച നടത്തിയിട്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 26 പ്ലാൻ ഓഫ് ആക്ഷൻ ഇത് നടത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഞങ്ങള് ഒരു കാര്യം തീരുമാനിച്ചു, ICC ഉണ്ടാക്കേണ്ടത് നിർമ്മാതാവാണ്. ശ്രീ ജോസ് തോമസ്, അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം ഈ ജഗദീഷിന്റെ കാര്യം താങ്കൾ പറഞ്ഞത് കൊണ്ടാണ്. ജഗദീഷാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന്. അത് താങ്കൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച രീതി താങ്കൾ ശ്രദ്ധിച്ചിരുന്നതാണല്ലോ, ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇതേ ജഗദീഷ് തന്നെ ആദ്യം ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? തടസ്സവാദം ഉന്നയിച്ചു എന്ന് ഡി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ്. മാത്രവുമല്ല മമ്മൂട്ടി മോഹൻലാലിന്റെയും ഒക്കെ പ്രസൻസിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഇത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. പക്ഷെ ഇക്കാര്യത്തിൽ ജഗദീഷ് ഒരു ഹീറോയായി മാറുകയായിരുന്നു. കാരണം അമ്മയിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തയാളെന്ന രീതിയിലാണ് ജഗദീഷിനെ പിന്നീട് കാണാനായത്. ശ്രീ ജോസ് തോമസ്, അതിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്താണെന്നും എനിക്കറിയില്ല. ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ജഗദീഷ് ഹീറോയായി. അതൊക്കെ ജഗദീഷ് എന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് മാറ്റി പറഞ്ഞത്? ചിലപ്പോൾ പിന്നീട് തീരുമാനങ്ങൾ മാറ്റി കാണാം, അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായി കാണാം. ഞാൻ അങ്ങനെ വിചാരിക്കാം. എന്തായിരുന്നു അന്നത്തെ തടസ്സം? മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കും, അതുകൊണ്ട് അമ്മ സംഘടനയ്ക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നായിരുന്നു തടസ്സം. ജഗദീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് തീരുമാനിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. അതെന്താണ് അതിന്റെ കാരണം എന്ന്, അതിന്റെ റീസൺ കൃത്യമായി അറിയില്ല.